ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ നീതൂസ് ചാനലിന്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ ഈ വ്ളോഗ് കുറേ നാളുകൾക്ക് ശേഷം ഞാൻ എടുക്കുന്ന ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പൊ ഇത് പ്രധാനമായിട്ടും എല്ലാവരും നമ്മുടെ പുതിയതായിട്ട് വരുന്ന നമ്മുടെ യൂട്യൂബേഴ്സ് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. പഴയ യൂട്യൂബേഴ്സും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ അതിലോട്ട് കൂടുതലായിട്ട് പോകുന്നില്ല. അപ്പൊ പുതിയതായിട്ട് വരുന്ന എല്ലാ യൂട്യൂബേഴ്സും അറിഞ്ഞിരിക്കണം. ഇപ്പൊ മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ക്രിയേറ്റർമാരും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ് കേട്ടോ. അപ്പൊ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പൊ ഇന്നത്തെ വിഷയത്തിലേക്ക് നമുക്ക് പോകാം. അപ്പൊ ഇത്രയും നാൾ നമ്മളെ യൂട്യൂബ് ചാനലിനകത്ത് നമുക്ക് ചാനൽ മോണിറ്റൈസേഷൻ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടുന്നതെന്ന് പറയുന്നത് 1000 സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു. 1000 സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ നമുക്ക് 3000 വാച്ച് അവർ ഉണ്ടെങ്കിൽ ഹാഫ് മോണിറ്റൈസേഷനും 4000 വാച്ച് അവർ ഉണ്ടെങ്കിൽ ഫുൾ മോണിറ്റൈസേഷനും ആക്കി എടുക്കാൻ പറ്റുമായിരുന്നു. ഇത് നമ്മൾ വാച്ച് അവർ കൊണ്ട് നേടിയെടുക്കുന്ന മോണിറ്റൈസേഷൻ ആണ്. അതുപോലെ തന്നെ ഫുൾ മോണിറ്റൈസേഷൻ ആക്കി എടുക്കാൻ നമ്മൾ 4000 വാച്ച് അവർ തന്നെ കംപ്ലീറ്റ് ആക്കുകയും 1000 സബ്സ്ക്രൈബറും വേണമായിരുന്നു. ഷോർട്സ് കൊണ്ട് നമ്മൾ ചാനൽ മോണിറ്റൈസേഷൻ ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതുപോലെ 1000 സബ്സ്ക്രൈബേഴ്സും 3 മില്യൺ വ്യൂവേഴ്സുമായിരുന്നു ഹാഫ് മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് വേണ്ടത്. അതുപോലെ ഫുൾ മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് നമുക്ക് 10 മില്യൺ വ്യൂവേഴ്സ് ആയിരുന്നു വേണ്ടത്. അങ്ങനെയായിരുന്നു നമ്മൾ ഇത്രയും നാളും നമ്മൾ ചാനൽ മോണിറ്റൈസേഷൻ ആക്കിക്കൊണ്ടിരുന്നതും. നമുക്ക് ഏകദേശം അങ്ങോട്ട് മുന്നോട്ട് പോകും. അപ്പോൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന ക്രിയേറ്റർമാർ ചെയ്തുകൊണ്ടിരുന്നത് നമ്മളെ ചാനൽ മോണിറ്റൈസേഷൻ ആക്കി എടുക്കാൻ വേണ്ടി ഈ ഒരു ക്രൈറ്റീരിയ ആയിരുന്നു കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പക്ഷേ എന്നാൽ നമ്മൾ ഫെബ്രുവരി 1 മുതൽ 2027 ഫെബ്രുവരി 1 മുതൽ ഇതിനെല്ലാത്തിനും യൂട്യൂബ് ഭയങ്കരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പൊ ഇത് അറിയാത്ത കുറച്ച് പേരുണ്ടാകും, ഇതെല്ലാം അറിഞ്ഞ കുറേ പേരുണ്ടാകും. അപ്പൊ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്. അപ്പൊ നമ്മളെ ചാനലിന്റെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് ഇപ്പോഴും അന്നും ഇനിയും നമുക്ക് വേണ്ടത്, ഇപ്പം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് 1000 തന്നെ നമുക്ക് മതി. ഫെബ്രുവരി 1 മുതൽ 2027 ഫെബ്രുവരി 1 മുതലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോഴും നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് തന്നെ മതി ചാനൽ മോണിറ്റൈസേഷൻ ആക്കിയെടുക്കാൻ. പക്ഷെ അതിൽ വ്യത്യാസം വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 1000 സബ്സ്ക്രൈബേഴ്സിനോടൊപ്പം തന്നെ നമ്മൾ 3 മില്യൺ വ്യൂവേഴ്സും 10 മില്യൺ വ്യൂവേഴ്സും കൊടുത്താണ് ഹാഫ് മോണിറ്റൈസേഷനും ഫുൾ മോണിറ്റൈസേഷനും ഷോർട്സ് കൊണ്ട് നമ്മൾ ആക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ അതിലൊരു ചേഞ്ച് വന്നിരിക്കുന്നത് 3 മില്യൺ വ്യൂവേഴ്സ് കൊണ്ട് തന്നെയാണ് ഹാഫ് മോണിറ്റൈസേഷൻ ആക്കി എടുക്കുന്നത്. പക്ഷേ എന്നാൽ ഫുൾ മോണിറ്റൈസേഷൻ ആക്കി എടുക്കാൻ നമുക്ക് ഇനി മുതൽ 10 മില്യൺ വ്യൂവേഴ്സ് പോരാ, അതിന് പകരം 20 മില്യൺ വ്യൂവേഴ്സ് നമുക്ക് വേണം. അപ്പം ഈ ഒരു ക്രൈറ്റീരിയ തുടങ്ങുന്നതെന്ന് പറയുന്നത് 2027 ഫെബ്രുവരി 1 മുതലാണ് നമുക്ക് ഈ ക്രൈറ്റീരിയ തുടങ്ങുന്നത്. അപ്പൊ അതിനായിട്ട് പ്രത്യേകം നമ്മൾ ചെയ്യേണ്ട പഴയതിൽ നിന്ന്, അതായത് പഴയ 10 മില്യൺ മാറിയിട്ട് 20 മില്യൺ വ്യൂവേഴ്സിലേക്ക് ഷോർട്സ് കൊണ്ട് മോണിറ്റൈസേഷൻ മാറിയിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ 3 മില്യൺ ഹാഫ് മോണിറ്റൈസേഷൻ അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വാച്ച് അവർ കൊണ്ട് മോണിറ്റൈസേഷൻ ആക്കി എടുക്കുന്നത്, വാച്ച് അവർ കൊണ്ട് നമ്മൾ മോണിറ്റൈസേഷൻ ആക്കി എടുക്കാനുള്ള ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നതും 1000 സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ നമുക്ക് 3000 വാച്ച് അവറും ഹാഫ് മോണിറ്റൈസേഷനും ഫുൾ മോണിറ്റൈസേഷനും 4000 വാച്ച് അവറും ആയിരുന്നു നമുക്ക് വേണ്ടിയിരുന്നത്. എന്നാൽ അതിലും ഒരു മാറ്റം യൂട്യൂബ് കൊണ്ടുവന്നിരിക്കുകയാണ്. 1000 സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ നമുക്ക് 3000 വാച്ച് അവറും മതി നമുക്ക് ഹാഫ് മോണിറ്റൈസേഷൻ ആക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ഫുൾ മോണിറ്റൈസേഷൻ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 4000 വാച്ച് അവർ ഇനി മുതൽ പോരാ. ഫെബ്രുവരി 1 മുതൽ 2027 അന്ന് മുതൽ നമുക്ക് ഫുൾ മോണിറ്റൈസേഷൻ ആക്കിയെടുക്കാൻ 4000 വാച്ച് അവറിന്റെ ഇരട്ടിയായിട്ട് 8000 വാച്ച് അവർ ആണ് ഇനി മുതൽ നമുക്ക് ഫുൾ മോണിറ്റൈസേഷൻ ആക്കാൻ വേണ്ടത്. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ ഇതുവരെ ചാനൽ മോണിറ്റൈസേഷൻ ആക്കി എടുത്തിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് 2027 ഫെബ്രുവരി 1 മുന്നേ ആയിട്ട് തന്നെ ഈ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളുടെ ചാനൽ പെട്ടെന്ന് തന്നെ മോണിറ്റൈസേഷൻ ആക്കി എടുക്കാൻ ശ്രമിക്കുക. അത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഈ ക്രൈറ്റീരിയയിൽ നിന്ന് ചേഞ്ച് ആയിട്ട് നമ്മുടെ 1000 സബ്സ്ക്രൈബേഴ്സും 3 മില്യൺ ഹാഫ് മോണിറ്റൈസേഷനും അതുപോലെ തന്നെ 20 മില്യൺ ഷോർട്സ് കൊണ്ടുള്ള വ്യൂവേഴ്സ് മോണിറ്റൈസേഷനും മാത്രമേ ആക്റ്റീവ് ആവുകയുള്ളൂ. അതുപോലെ തന്നെ 1000 സബ്സ്ക്രൈബറും അതുപോലെ ഹാഫ് മോണിറ്റൈസേഷന് 3000 വാച്ച് അവറും ഫുൾ മോണിറ്റൈസേഷന് 8000 വാച്ച് അവറുമാണ് 2027 ഫെബ്രുവരി 1 മുതൽ നമ്മുടെ പുതിയ റൂൾസിൽ യൂട്യൂബ് ക്രിയേറ്റർമാർക്ക് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന
മുട്ടൻ പണി എന്ന് പറയുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ പുതിയ ചാനൽ തുടങ്ങിയിട്ടുള്ളവരായാലും ഇനി തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരായാലും കുറച്ച് മാസങ്ങൾ ബാലൻസ് ഉണ്ട്. അതിന് മുന്നേ തന്നെ എത്രയും പെട്ടെന്ന് ചാനൽ മോണിറ്റൈസേഷൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. എത്രയും പെട്ടെന്ന് തന്നെ ആ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആക്കി മോണിറ്റൈസേഷൻ ആക്കി എടുക്കുക. അതുപോലെ തന്നെ ഈ മോണിറ്റൈസേഷൻ ആയ ആൾക്കാർക്ക് ഇത് ബാധിക്കും ഒരിക്കലുമില്ല. മോണിറ്റൈസേഷൻ ആയ ആൾക്കാർക്ക് ഈ ഒരു ക്രൈറ്റീരിയ ബാധകമല്ല. മോണിറ്റൈസേഷൻ ആകാനിരിക്കുന്നവർക്കും ഇനി മുന്നോട്ട് ആകാൻ വേണ്ടി പുതിയ ചാനൽ തുടങ്ങുന്നവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ക്രൈറ്റീരിയ മാത്രമാണിത്. മോണിറ്റൈസേഷൻ ആയവരെ ഇത് ബാധിക്കുകയില്ല. അതുപോലെ മോണിറ്റൈസേഷൻ ആയവർക്കും കുറേ മുട്ടൻ പണികൾ പിന്നാലെ വരുന്നുണ്ട്. ആ പണികളുടെ വീഡിയോസ് ഞാൻ ഇനി അടുത്ത ഒരു വീഡിയോയിലായിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലും അതുപോലെ ചാനൽ മോണിറ്റൈസേഷൻ ആകാതിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇതുവരെ നിലനിൽക്കുന്ന വാച്ച് അവർ കംപ്ലീറ്റ് ആക്കി ചാനൽ മോണിറ്റൈസേഷൻ ആക്കി എടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. ഇതിൻ്റെ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.